ഇനി നോക്കാം ഇന്നത്തെ അറിയിപ്പുകൾ. വൈദ്യുതി ബിൽ കുടിശ്ശിക കാരണം വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ട പട്ടികവർഗ കുടുംബങ്ങൾക്ക് ആശ്വാസം. കുടിശ്ശിക സർക്കാർ ഏറ്റെടുക്കാൻ തീരുമാനിച്ചതായി മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചു. മന്ത്രി OR കേളു പങ്കെടുത്ത ഉന്നതതല യോഗത്തിലാണ് നിർണായക തീരുമാനം. വൈദ്യുതി ബിൽ കുടിശ്ശിക മൂലം കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ട പട്ടികവർഗ കുടുംബങ്ങളുടെ ബാധ്യത സർക്കാർ ഏറ്റെടുക്കും. 2025 സെപ്റ്റംബർ 30 വരെയുള്ള കുടിശ്ശികയാണ് സർക്കാർ വഹിക്കുക. വീടുകളിലെ വയറിംഗ് ക്രമീകരണങ്ങൾ പൂർത്തിയാക്കി സെപ്റ്റംബർ 30-നകം അപേക്ഷ നൽകാൻ പട്ടികവർഗ വികസന വകുപ്പിനെ ചുമതലപ്പെടുത്തി. അപേക്ഷ ലഭിക്കുന്നതോടെ വൈദ്യുതി പുനഃസ്ഥാപിക്കും. ഇതിനൊപ്പം ലൈൻ വഴി വൈദ്യുതി എത്തിക്കാനുള്ള ഇടുക്കി ജില്ലയിലെ 8 ആദിവാസി ഉന്നതികളുടെ വൈദ്യുതീകരണം ഉടൻ പൂർത്തിയാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ആണ്ടവൻകുടി, അമ്പലപ്പടിക്കുടി, കണ്ടത്തിൻകുടി എന്നിവിടങ്ങളിലെ പ്രവൃത്തികൾ ഫെബ്രുവരി 15 മുൻപ് പൂർത്തിയാക്കും. ശേഷിക്കുന്ന 5 ഉന്നതികളിൽ 29 കിലോമീറ്റർ ഭൂഗർഭ കേബിൾ സ്ഥാപിച്ച് ഫെബ്രുവരി 28 മുൻപ് വൈദ്യുതീകരണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഏറെ പ്രതീക്ഷയോടെ യാത്രക്കാർ കാത്തിരിക്കുന്ന തിരുവനന്തപുരം ബംഗളൂരു വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ കോട്ടയം വഴി സർവീസ് നടത്താൻ സാധ്യത. നിർദ്ദേശിച്ച സമയക്രമം റെയിൽവേ ബോർഡിന്റെ അംഗീകാരത്തിന് സമർപ്പിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം ബംഗളൂരു വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ കോട്ടയം വഴിയാകാൻ സാധ്യത. രാത്രി 7:30 തിരുവനന്തപുരം നോർത്തിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ കോട്ടയം വഴി ബംഗളൂരുവിലെ ബയ്യപ്പനഹള്ളി SMVTയിലെത്തുന്ന സമയക്രമമാണ് റെയിൽവേ ബോർഡിന്റെ അംഗീകാരത്തിനായി സമർപ്പിച്ചിരിക്കുന്നത്. ബയ്യപ്പനഹള്ളി SMVT മുതൽ തിരുവനന്തപുരം നോർത്ത് വരെയാണ് നിർദ്ദേശിച്ച സ്ലീപ്പർ സർവീസ്. 842 കിലോമീറ്റർ ദൂരം 12 മണിക്കൂറിൽ താഴെ സമയത്തിൽ മറികടക്കാനാകുമെന്നാണ് കണക്കുകൂട്ടൽ. ഈ സമയക്രമം നടപ്പായാൽ മറുനാട്ടിൽ ജോലി ചെയ്യുന്നവർക്കും വിദ്യാർത്ഥികൾക്കും വലിയ ആശ്വാസമാകും. ഭക്ഷണം ഉൾപ്പെടെ തേർഡ് AC-യിൽ ഏകദേശം 2300 രൂപ, സെക്കൻഡ് AC-യിൽ 3000 രൂപ, ഫസ്റ്റ് AC-യിൽ 3600 രൂപ എന്നിങ്ങനെയാണ് ടിക്കറ്റ് നിരക്കുകൾ. ഗുവാഹത്തി ഹൗറ റൂട്ടിലോടാൻ പോകുന്ന രാജ്യത്തെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ തേർഡ് AC-യിലെ മിനിമം നിരക്ക് 960 രൂപയാണ്. 400 കിലോമീറ്ററിന് ശേഷമുള്ള ഓരോ കിലോമീറ്ററിനും 2 രൂപ 40 പൈസ വീതം നൽകണം. നിരക്ക് കൂടിയാലും കൂടുതൽ സൗകര്യപ്രദമായ യാത്രാനുഭവം ലഭിക്കുമെന്നതിനാൽ യാത്രക്കാർ വന്ദേ ഭാരത് സ്ലീപ്പർ സർവീസിനെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അനധികൃത പാർക്കിങ്ങിനെതിരെ സംസ്ഥാന വ്യാപകമായി നടത്തിയ പ്രത്യേക പരിശോധനയിൽ വൻതോതിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തി പോലീസ്. ഒരാഴ്ചയ്ക്കിടെ മാത്രം 23,771 വാഹനങ്ങളിൽ നിന്നും 62 ലക്ഷത്തോളം രൂപ പിഴ ഈടാക്കിയതായി ട്രാഫിക് ആൻഡ് റോഡ് സേഫ്റ്റി മാനേജ്മെന്റ് വിഭാഗം അറിയിച്ചു. സംസ്ഥാനത്ത് അനധികൃത പാർക്കിംഗ് തടയുന്നതിനായി ജനുവരി 7 മുതൽ 13 വരെ നടത്തിയ പ്രത്യേക പരിശോധനയിൽ 23,771 വാഹനങ്ങളുടെ നിയമലംഘനങ്ങളാണ് പോലീസ് കണ്ടെത്തിയത്. ഇതിലൂടെ 61,86,650 രൂപ പിഴയായി ഈടാക്കി. സംസ്ഥാന പാതകളിൽ 7,872 വാഹനങ്ങളും ദേശീയ പാതകളിൽ 6,852 വാഹനങ്ങളും മറ്റു പാതകളിൽ 9,047 വാഹനങ്ങളും നിയമലംഘനം നടത്തിയതായി കണ്ടെത്തി. അപകട സാധ്യത കൂടിയ മേഖലകളും വാഹന സാന്ദ്രത കൂടുതലുള്ള പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. പ്രധാന ജംഗ്ഷനുകളിലും സർവീസ് റോഡുകളിലും പരിശോധന ശക്തമാക്കി. റോഡ് യാത്ര കൂടുതൽ സുരക്ഷിതമാക്കുക, ഗതാഗത തടസ്സം കുറയ്ക്കുക, റോഡപകടങ്ങൾ നിയന്ത്രിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് നടപടി. ട്രാഫിക് ആൻഡ് റോഡ് സേഫ്റ്റി മാനേജ്മെന്റ് IG S കാളിരാജ് മഹേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് പരിശോധനകൾ നടത്തിയത്. ട്രാഫിക് നോർത്ത്, സൗത്ത് സോൺ SP-മാരുടെ മേൽനോട്ടത്തിൽ ജില്ലാ ട്രാഫിക് നോഡൽ ഓഫീസർമാരുടെ സഹകരണത്തോടെയായിരുന്നു നടപടി. ഇനിയും തുടർച്ചയായ കർശന പരിശോധനകൾ നടത്താനും നിയമലംഘകർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാനും ഹൈവേ പെട്രോളിംഗ് വിഭാഗങ്ങൾക്ക് നിർദ്ദേശം നൽകി. ഗതാഗത നിയമലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജനങ്ങൾക്ക് വാട്സ്ആപ്പ് നമ്പർ വഴി വിവരം അറിയിക്കാമെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.